PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ പറഞ്ഞപ്പോൾ അന്ന് പറയുന്നത് നമുക്ക് കൃഷിയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അതിൽ ഒപ്പുവെച്ചത്, പക്ഷേ നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ നമ്മൾ കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ അന്ന് ചെയ്തത്? കേന്ദ്രത്തെ കബളിപ്പിക്കലല്ല, നമ്മുടെ നിലപാട് വ്യക്തമാണല്ലോ. ഞങ്ങളുടെ നിലപാട് പ്രത്യേകിച്ചും വ്യക്തമാണല്ലോ. കാരണം ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ പാഠഭാഗങ്ങൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് വ്യക്തമായ ധാരണയുണ്ടല്ലോ, നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി അവർ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഇത് പഴയ LDF സർക്കാരിൻ്റെ കാലത്താണ്. ആ ഭാഗങ്ങൾ അതേപോലെ പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ നയങ്ങളോട് തീർത്തും വ്യത്യസ്തമായ നിലപാട് നേരത്തെ മുതൽ തന്നെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ആ നയം നടപ്പാക്കാൻ നമ്മളില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം ചെലവിടേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് ആ ചെലവിടുന്നതിനുള്ള ഫണ്ട് വേണമായിരുന്നു. അതിനുള്ള നടപടി എന്ന നിലക്കാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആ നടപടിയിലേക്ക് നീങ്ങിയത്. പക്ഷേ LDF അത് അത്തരമൊരു നടപടിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല എന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിക്കാൻ നിലയെടുത്തത്. മരവിപ്പിച്ചതിന് ശേഷം പിന്നെ അനങ്ങിയില്ലാലോ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യവും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ മരവിപ്പിച്ചതിന് ശേഷം PM ശ്രീ പദ്ധതി എന്നത് ഇവിടെ കേരളത്തിൽ നടപ്പാകാത്ത അവസ്ഥ തന്നെയാണ്. നേരത്തെയുള്ള അതേ നിലയിൽ തന്നെ കിടക്കുകയാണ്. നേരത്തെയും ഈ ധാരണാപത്രം ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഫണ്ട് തരാമെന്ന് പറയും, നമ്മൾ ഫണ്ടിന് വേണ്ടി ഒപ്പിടുന്നു. പക്ഷേ പദ്ധതി നടപ്പാക്കാനാണല്ലോ കേന്ദ്രം ഇത് ഒപ്പിടാൻ പറയുന്നത്. അപ്പോൾ ഫണ്ട് കിട്ടിയ ശേഷം നമ്മൾ നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കും. അപ്പൊ അതൊരു കബളിപ്പിക്കലല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? PM ശ്രീ പദ്ധതിയിലൂടെ അവരുദ്ദേശിക്കുന്നത്, അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ രംഗത്തൂടെ നടപ്പാക്കലാണ്. അത് നടപ്പാക്കാൻ നമ്മളില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ആകെ നടപ്പാക്കിയ കാര്യമാണ്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016 LDF സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയതാണല്ലോ. അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകൾ വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ പോലെയല്ല നമ്മുടെ സ്കൂളുകൾ. ഈ PM ശ്രീയുടെ ഭാഗമായി നന്നാക്കണമെന്ന് പറയുന്ന സ്കൂളുകളുടെ നില നോക്കിയാൽ നമ്മുടെ വിദ്യാലയങ്ങൾ പലതും നന്നായി കിടക്കുകയാണ്. അതൊരു വസ്തുതയല്ലേ? ആ ഭാഗം നമ്മൾ കാണണ്ടേ? പക്ഷേ PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമവും വരാനില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. PM ശ്രീയുടെ ഭാഗമായുള്ള ഫണ്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു പ്രോബ്ലം ഏൽക്കില്ല. പക്ഷേ SSKയുടെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയ തോതിൽ പ്രയാസം ഉണ്ടാവും. ഇതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം. അതാണ് കാണേണ്ടത്. മന്ത്രിസഭാ ഉപസമിതി ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ പഠിക്കുമെന്നല്ലേ പറഞ്ഞത്? അത് നടപ്പാക്കേണ്ട വിശദാംശങ്ങളല്ലേ, അതിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെ പോയിട്ടില്ല. മാത്രമല്ല ഒരു ഇളവ് തേടാൻ പോലും അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നില്ല തീരുമാനമെടുക്കേണ്ടത് മാനദണ്ഡപ്രകാരം കേന്ദ്ര സർക്കാരാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇളവുകൾ തേടി അത്തരം ഒരു തുടർ ചർച്ചയ്ക്ക് വേണമെങ്കിൽ സംസ്ഥാനത്തിന് ശ്രമിക്കാം. ഇതൊന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ UDF. അതല്ലേ ഞാൻ പറഞ്ഞത്, അതൊക്കെ വിദണ്ഡവാദങ്ങളാണ്. നമ്മുടെ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഏത് ഘട്ടത്തിലും ആ സർക്കാർ നടപ്പാക്കാതിരിക്കാം. ഇവിടെ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടന്നിട്ടില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഇവിടെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇനി പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് ഇപ്പോൾ UDF ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ നിർദ്ദേശങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തയ്യാറില്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാതിരുന്നാൽ പോരെ? ഞങ്ങൾ നിർദ്ദേശം തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഇപ്പം വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൻ്റെത്. അതൊരു അനുഭവമല്ലേ രാജ്യത്തിന് മുന്നിലുള്ളത്. നടപ്പാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെ ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന നിലപാടെടുത്തതല്ലേ. അതാണ് കാണേണ്ടത്. അല്ല, അതുകൊണ്ടല്ലല്ലോ ഇപ്പൊ ഇവര് ചെയ്യുന്നത്.
ഇവർ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വിരുദ്ധമായി എന്തുകൊണ്ട് പോകുന്നു? അതല്ലേ നോക്കേണ്ടത്. എന്തിനാണ് ഇത് നടപ്പാക്കണമെന്ന് അവർക്ക് ഇത്ര നിർബന്ധം? പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് വ്യക്തമായി ഏതാണ് SSK ഫണ്ടിനാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ? എന്തിനാണ് PM ശ്രീ എന്ന അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഇത്ര ധൃതിപ്പെടുന്നത്? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ഇപ്പൊ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. എന്തിനാണ് അതിന് പോകുന്നത്? ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ പോരെ? PM ശ്രീ പദ്ധതി നടപ്പാകില്ലാലോ. ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ PM ശ്രീ പദ്ധതി നടപ്പാകില്ലാലോ. എന്തിനാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്? നിങ്ങൾ അതിനെ ശക്തമായി എതിർത്തതല്ലേ?